ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ള ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. വെസ്റ്റേൺ ആയിട്ടും ട്രഡീഷണലായിട്ടും അങ്ങനെ ഓരോരോ ടൈപ്പിലുള്ള ഡ്രസ്സുണ്ട്, കോഡ് സെറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് സൽവാറാണ്, ഫുൾ സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സിൽക്ക് പോലെയുള്ള മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നു. ഞാനിത് സൈസ് എടുത്തിട്ടുണ്ടായിരുന്ന സ്മോളാണ്, എൻ്റെ സൈസിന് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. എനിക്കങ്ങനെ ഒരുപാട് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ സ്ലീവ് മാത്രം കുറച്ചൊന്ന് ടൈറ്റ് ആക്കിയാൽ ഓക്കെ ആയിരുന്നു തോന്നി. അല്ലാണ്ട് ഫുൾ നല്ല കറക്റ്റായിട്ടുള്ള ഒരു ബോഡി ഷേപ്പിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സൈസ് എക്സൽ വരെയൊക്കെ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൈസിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പാൻറ്റും കൂടി വന്നിട്ടുണ്ട്. പാൻറ്റ് നല്ല സ്റ്റിച്ചിങ് ആണ്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എലാസ്റ്റിക് ആണ്, ഇവിടെ ബെൽറ്റിൻ്റെ അവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഷോള് വന്നിട്ടുള്ളത് കുറച്ച് എന്താ പറയുക, ഡിസൈൻ ആയിട്ടുള്ള ഒരു ഷോളാണ്. ഓർഗാൻസ മെറ്റീരിയലിൽ ആ ഒരു ടൈപ്പിൽ വരുന്ന മെറ്റീരിയലാണ് ഷോളിന് വന്നിട്ടുള്ളത്. കണ്ടില്ല, അത്യാവശ്യം നല്ല ലെങ്ത്തും ഒക്കെ ആയിട്ട് നമുക്ക് തട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഇട്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാവുകയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു സൽവാറിൻ്റെ നെക്കിൽ കണ്ടില്ലേ, ചെറിയൊരു ഹാൻഡ് വർക്ക് വരുന്ന പോലെയാണ്. ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ള, സ്റ്റോണ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് നല്ല കംഫർട്ടായിരുന്നു. സ്റ്റിച്ചിങ് ആണ് ഞാൻ എപ്പോഴും മെയിനായിട്ട് നോക്കുക. സ്റ്റിച്ചിങ് എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. എന്താ പറയുക, ലൂസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഞാനെടുത്ത സൈസ് സ്മോളായിരുന്നു. അപ്പോൾ ആ ഒരു സൈസിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 600 സംതിങ്, ആ ഒരു റേറ്റിലാണ് വരുന്നത്. ഈ റേറ്റിന് ഓക്കെയാണ്, കാരണം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വിത്ത് ഷോൾ ഉൾപ്പെടെ വരുമ്പോൾ എനിക്ക് എന്താ പറയുക, അത്ര റേറ്റായിട്ട് തോന്നുന്നില്ല. ഈ ഒരു റേറ്റ് ഇത് അഫോർഡബിൾ ആയിട്ട് തന്നെയുള്ളൂ. ഇനി നമുക്ക് അടുത്തത് ഏതാണെന്നുള്ളത് നോക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള ആ ഒരു ടൈപ്പാണ് കാണിക്കുന്നത്. ചെറിയൊരു എന്താ പറയുക, ക്രോപ്പ് ടോപ്പ് പോലെയുള്ള സംഭവമാണ് ഇത്. വെർമുഡ എന്ന് പറയുന്ന ബ്രാൻഡിനാണ്, ബ്രാൻഡഡ് സാധനമാണ്. ഓഫറുള്ള കൊണ്ട് എനിക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയാണ്. 1000 സംതിങ്ങിന് മേലെയായിരിക്കും എപ്പോഴും ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഓഫറിൽ കിട്ടിയിട്ടുള്ളായിരുന്നു. എന്താ പറയുക, ചെറിയൊരു സ്ലീവിൻ്റെ അവിടെ ചെറിയൊരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ട്, പിന്നെ അതേപോലെ തന്നെ ഈ യോക്ക് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. പക്ഷേ കാണാൻ നല്ല ഒരു എനിക്കെന്തോ ഒരു ഭംഗിയായിട്ട് തോന്നി. ആ ഒരു ബ്ലാക്കിൻ്റെ കൂടെ മാച്ച് ആവുമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്ത് ഇന്നർ ഇട്ടിട്ട് ഇതേപോലെ ബ്ലാക്ക് ഇന്നർ ഇട്ടിട്ട് ഇതേപോലെ വിയർ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇടാം, അതല്ലാണ്ടും ഇടാം. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ നെക്കൊക്കെ കുറച്ച് അത്യാവശ്യം വൈഡൊക്കെ ആയിട്ടാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ജീനിൻ്റെ കൂടെ വെയർ ചെയ്തപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 ആണ്. ഇത് ഓഫർ കിട്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് വെർമുഡ എന്ന് പറയുന്ന ആ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇപ്പോൾ ഈ ഒരു റേറ്റിന് കിട്ടിയപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ഇന്നർ ഇടാണ്ട് ഇട്ടിട്ടുള്ള ലുക്കാണ് ഇത്. ഇങ്ങനെ ഇടുന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെയും ഇടാം. ഞാൻ ഇതും സ്മോളാണ് എടുത്തിട്ടുണ്ടായിരുന്ന സൈസ്. പക്ഷേ സ്മോൾ ആണെങ്കിലും എനിക്ക് കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്തു. എക്സസ് ആണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ ഇതൊന്ന് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ അടുത്തത് സൽവാർ ടൈപ്പാണ് കാണിക്കുക. സൽവാർ എന്ന് പറയാൻ പറ്റില്ല, കുർത്ത അങ്ങനെ പറയാം. എന്താ പറയുക, സ്ലീവ്ലെസ് ആണ് വരുന്നത്. സൈഡ് ഓപ്പൺ ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തുമാണ് വന്നിട്ടുള്ളത്. പിന്നെ കോട്ടൺ ആണ്, എന്താ പറയുക, പ്യുവർ കോട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചെറിയൊരു നൂഡിൽസ് സ്ട്രാപ്പ് എന്നാണോ എങ്ങനെയാണോ എന്തുവാണ് ഇതിന് ഈ ഒരു സ്ട്രാപ്പിന് പറയുന്നത്. ആ ഒരു ചെറിയൊരു സ്ട്രാപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു ടൈപ്പ് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല കംഫർട്ടായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ ഫൈനലിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ലെങ്ത്ത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തി ഉണ്ട്, കണ്ടില്ലേ. പിന്നെ കുറച്ചൊന്ന് ബോഡി ഷേപ്പ് ആക്കണമെന്ന് തോന്നി, കാരണം എനിക്ക് ഇച്ചിരി ലൂസ് നല്ല ഒരു ചെറിയൊരു ലൂസായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഇത് ബോഡി ഷേപ്പ് ഒന്നും ആക്കിയില്ല, ഇപ്പോഴത്തേക്ക് അങ്ങനെ വെച്ചിട്ട് തന്നെയാണുള്ളത്. 499 ആണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന കോഡ് സെറ്റാണ്. എന്താ പറയുക, പാൻറ്റും ടോപ്പും ഒരേപോലെ വരുന്ന കോഡ് സെറ്റ് ഉണ്ടല്ലോ. അതിൽ ഈ ഒരു ടോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഷർട്ട് ടൈപ്പ് അങ്ങനെയൊക്കെയല്ലേ, കുർത്തിയൊക്കെയല്ലേ നമ്മൾ കണ്ടത്. ഇതൊരു കുഞ്ഞു ഫ്രോക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ടോപ്പ് ജീനിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് വേണേലും ഇടാൻ പറ്റും. പിന്നെ യോക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു ചെറിയൊരു കെട്ട് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ് ബാക്കിൽ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നല്ല ബോഡി ഷേപ്പായിട്ട് ഇരിക്കുകയും ചെയ്യും. കുറച്ച് എന്താ പറയുക, ചെറിയ സൈസ് ആണെങ്കിലും നമുക്കത് ഫിറ്റായിട്ട് ഇരുന്നോളും, ബോഡിക്ക് കറക്റ്റായിട്ട്. ഞാൻ ഇതും സ്മോൾ തന്നെയാണ് സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. സൈസസൊക്കെ അവൈലബിൾ ആണ് ഒരുപാട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ സെയിം അതേ കളറിലും അതേ ഡിസൈനിൽ വരുന്ന ഒരു പാൻറ്റാണ് വന്നിട്ടുള്ള. പലാസോ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ലൂസായിട്ടിരിക്കുന്ന പോലത്തെ ഒരു പാൻറ്റ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെയാണ്. ബാക്കിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എന്താ പറയുക, ലെങ്ത്തും കാര്യങ്ങളും പിന്നെ ഈ ഒരു ലൂസ് മാത്രമേ വരുന്നുള്ളൂ.
കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്, സ്റ്റിച്ചിങ്ങും അടിപൊളിയായിട്ട് തന്നെയാണ് വന്നത്. സൈഡിൽ ഇതേപോലെ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. ഒരു ഭാഗത്ത് മാത്രമേ പോക്കറ്റ് ഉള്ളൂ, രണ്ട് ഭാഗത്തും പോക്കറ്റൊന്നുമില്ല, ഒരു ഭാഗത്ത് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ജീനിൻ്റെ കൂടെ ഇട്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് കാണിക്കാം. ജസ്റ്റ് ഇതേപോലെ ഒരു ടോപ്പ് ജീനിൻ്റെ കൂടെ ഇടുമ്പോൾ ആ ഒരു ടൈപ്പിലാണ് ഞാനിത് ഇട്ടിട്ടുള്ള. നമുക്ക് കോഡ് സെറ്റായിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം. ഇങ്ങനെ ഇടാനാണെങ്കിലും ഓക്കെ, നമുക്ക് രണ്ട് ടൈപ്പായിട്ട് വെയർ ചെയ്യാമല്ലോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 645 ആണ് ഫുൾ സെറ്റായിട്ട് വരുമ്പോൾ. സെപ്പറേറ്റ് ആയിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വാങ്ങിക്കുമ്പോൾ ഒന്നിച്ചെന്നെ കിട്ടും. ഇനി അതിലൊരു കൺഫ്യൂഷൻ വരണ്ട. ഇതാണ് ഇതിൻ്റെ ഫുൾ സെറ്റായിട്ട് വരുമ്പോൾ ഉള്ളത്. വിത്ത് പാൻറ്റിൻ്റെ കൂടെ ഇടുന്നതാണെങ്കിലും ഓക്കെയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ള ആൾക്കാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കടുത്ത് ഇനി അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്